നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഞാൻ ആലോചിക്കുമായിരുന്നു, നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, നമ്മളൊക്കെ ഒരു രാഷ്ട്രീയ പോസ്റ്റ് കൊണ്ടിടുമ്പോൾ അതിന്റെ താഴെ ഒരു കാര്യവുമില്ലാതെ നമ്മളെയും നമ്മളെ വീട്ടിലിരിക്കുന്നവരെയും നമ്മളെ ഇടതുപക്ഷത്തുള്ള നേതാക്കളെയും അവരെയൊക്കെ ഒരു മനസാക്ഷിയും ഇല്ലാതെ തെറി വിളിക്കുന്ന കോൺഗ്രസിന്റെയും ലീഗിന്റെയും ഒക്കെ സൈബർ പോരാളികളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ നല്ല രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടൊരു രാഷ്ട്രീയ പോസ്റ്റ് ഇട്ടാലും വീഡിയോ ഇട്ടാലും അതിന്റെ താഴെ വന്നിട്ട് ഒരു കാര്യവുമില്ലാതെ തെറി വിളിക്കുന്ന വെട്ടുകിളി കൂട്ടങ്ങളെ കുറിച്ച് ഞാൻ പലവട്ടം ചർച്ച ചെയ്തിട്ടുണ്ട്. ഞാനൊക്കെ പലവട്ടം പലരോടും സംസാരിച്ചിട്ടുമുണ്ട്. ഈ കോൺഗ്രസിന്റെ തന്നെ എന്റെ സൗഹൃദങ്ങളുണ്ട്, മുതിർന്ന ആൾക്കാരുണ്ട്, അവരുമായിട്ടൊക്കെ സൗഹൃദമുള്ളവരുമായിട്ടുണ്ട്. അപ്പൊ അവരോടൊക്കെ സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ വിചാരിച്ചാൽ മാത്രം അത് ഇല്ലാതാക്കാൻ പറ്റത്തില്ലല്ലോ. രാഷ്ട്രീയ പ്രതിരോധികളെ തെറി വിളിക്കുന്നതിനോടൊന്നും നമുക്ക് യോജിപ്പില്ല. ഈ പറയുന്ന ഞാൻ വിളിച്ചിട്ടുണ്ട്, ഞാനിടുന്ന പോസ്റ്റിന്റെ താഴെ വന്ന് എന്നെയും എന്റെ വീട്ടുകാരെയും തെറി വിളിക്കുമ്പോൾ അതേ രീതിയിൽ ഞാനും തെറി വിളിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങോട്ട് പോയി ഒരു രാഷ്ട്രീയ പോസ്റ്റിലും ഞാൻ അങ്ങോട്ട് പോയി ആശയം പറയുന്നതല്ലാതെ തെറി വിളിച്ചിട്ടില്ല. അപ്പൊ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ വ്യാകുലമായൊക്കെ ചിന്തിക്കുകയും ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യവുമില്ല എന്ന് ഇന്നലെ മുതൽ അല്ലെങ്കിൽ കഴിഞ്ഞ 2 ദിവസമായി നമുക്ക് ബോധ്യപ്പെട്ടു. സജന ബി സാജൻ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ നിലവിലെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഒരു പെണ്ണാണ്. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന പെണ്ണ് പിടിയനെതിരെ, പെർവർട്ടർക്കെതിരെ അതിന്റെ യാഥാർത്ഥ്യങ്ങളെ കൊണ്ടുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടു. സ്വാഭാവികമാണ്, അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള പാർട്ടിയാണെന്നാണ് ആര് പറയുന്നത്? കോൺഗ്രസുകാരന്റെ വെട്ടുകിളി കൂട്ടങ്ങൾ സോഷ്യൽ മീഡിയയിൽ ന്യായീകരിക്കുന്നത്. ഞങ്ങളുടെ പാർട്ടിയിൽ ഞങ്ങൾക്ക് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, നിങ്ങളുടെ പാർട്ടിയിലാണെങ്കിൽ 51 വെട്ടൂലേ എന്നൊക്കെ ചോദിക്കുന്ന വെട്ടുകിളി കൂട്ടങ്ങളും ന്യായീകരണ തൊഴിലാളികളോടുമാണ് ഞാൻ സംസാരിക്കുന്നത്. ആ സജന ബി സാജൻ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഒരു സ്ത്രീയായ ആ പ്രവർത്തക അവരുടെ അഭിമാനം പൊതിഞ്ഞു വെക്കാതെ, അവരുടെ അഭിമാനം പണയം വെക്കാതെ, ആ അഭിമാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന പെണ്ണ് പിടിയനെതിരെ ഒരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റിന്റെ താഴെ വന്ന കമന്റുകൾ, അരൻസുള്ളി കമന്റുകൾ, സഖാക്കളല്ല ഇട്ടത് കേട്ടോ, സഖാക്കള് ആ പോസ്റ്റിന് സപ്പോർട്ട് കൊടുത്തതേ ഉള്ളൂ, അത് രാഷ്ട്രീയം. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ഷാഫി പറമ്പിലിന്റെയും മൂട് താങ്ങുന്ന, അല്ലെങ്കിൽ സ്വന്തം അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാൻ കഴിയാനുള്ള മനസ്സില്ലാത്ത കുറെ വെട്ടുകിളി കൂട്ടങ്ങൾ, മാനസിക രോഗികൾ അതിനകത്ത് എഴുതിയ കമന്റുകളുടെ ആ ഒരു തീവ്രത, അടൻചൊള്ളിയുടെ തീവ്രത കാണണമെങ്കിൽ ആ പോസ്റ്റിൽ പോകണം. കുട്ടികളൊന്നും ആ പോസ്റ്റ് കാണരുത്. എന്ത് വൃത്തികേടാണ്. നമ്മുടെ കൂട്ടത്തിലുള്ള സ്ത്രീ സഖാക്കൾ ചിലപ്പോൾ ചില തെറ്റുകൾ സംഭവിച്ചു, നമ്മൾ അതിനകത്ത് പോയി ആശയപരമായിട്ട് നമ്മൾ അതിനെ ചെറുക്കാറുണ്ട്, അതിനെതിരെ പ്രതികരിക്കാറുണ്ട്. പക്ഷെ തെറി വിളിച്ചു മാത്രം അതിലൊരു പോസ്റ്റ് എന്ന് പറയുന്നത് നീ സഖാക്കൾക്ക് കൊണ്ടുപോയി ആ രീതിയിൽ ഞാൻ ചിന്തിച്ചു പോവുകയാണ്. ഇവന്റെയൊക്കെ വീട്ടിൽ പെങ്ങന്മാരുണ്ടല്ലോ, മുഖമുള്ളവന്മാരായാലും മുഖമില്ലാത്ത ഫേക്ക് ഐഡി ആയാലും, ഇവരുടെയൊക്കെ വീട്ടിലെ ഈ സ്ത്രീകളുണ്ടല്ലോ, അഭിമാനം പണയം വെക്കാത്ത സ്ത്രീകൾ. ഞാൻ ഇതിൽ ഒരു കാര്യം കൂടെ പറഞ്ഞ് എല്ലാവരെയും പറയുന്നില്ല, എല്ലാ കോൺഗ്രസ്സുകാരെയും എല്ലാ യൂത്ത് കോൺഗ്രസ്സുകാരെയും ഞാൻ പറയുന്നില്ല. ഇതുപോലെയുള്ള തന്തയില്ലാത്തവരെ എഴുതി വിടുന്നവന്മാരെ കുറിച്ചാണ്, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന പെണ്ണ് പിടിയനെ സപ്പോർട്ട് ചെയ്യുന്നവരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇവരുടെയൊക്കെ വീട്ടിലെ സ്ത്രീകൾ, ഇപ്പൊ അവരുടെ വീട്ടിൽ വയസ്സായ സ്ത്രീകളുണ്ട്, പെൻഷൻ മേടിക്കുന്നവരുണ്ടാകും. അവർ ആ പെൻഷൻ മേടിച്ചിട്ട് ഈ പിണറായി സഖാവിനെയും ഈ ഇടതുപക്ഷത്തെയും ഒക്കെ അവരുടെ ആ നല്ല മനസ്സുകൊണ്ട് നല്ല വാക്കുകൾ പറയുകയാണെങ്കിൽ ഏത് രീതിയിലായിരിക്കും ഇവനൊക്കെ ആ സ്ത്രീകളോട് പെരുമാറുന്നത്? നമ്മളൊരു ചൊല്ലുണ്ട്, എന്താണെന്നറിയാം, കുട്ടിക്കാലത്ത് മാതാപിതാക്കളെ തെറി വിളിച്ച് വളരുന്നവന്മാർ നാട്ടിലിറങ്ങിയാൽ നാട്ടുകാരുടെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുമെന്ന്. അപ്പൊ ഇവരൊക്കെ ആ വീട്ടിലെ സ്ത്രീകളുടെ അവസ്ഥയും കൂടി നമ്മൾ ചിന്തിച്ചു നോക്കണം. ഈ പൊതുമധ്യത്ത്, ഈ സോഷ്യൽ മീഡിയയിൽ സ്വന്തം പാർട്ടിയിലുള്ള ഒരു സഹപ്രവർത്തക അവരുടെ അഭിമാനം പണയം വെക്കാതെ അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു പെണ്ണുപിടിയനെതിരെ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ ആ പോസ്റ്റിന്റെ താഴെ വന്ന് ഒരു മനസാക്ഷിയും ഇല്ലാതെ, ഒരു മാനവികതയും ഇല്ലാതെ, ഒരു മനുഷ്യത്വവും ഇല്ലാതെ, വെറും എന്താണ്, നമ്മളൊന്നും എതിർ രാഷ്ട്രീയക്കാരോട് പോലും പറയാത്ത രീതിയിൽ ഉള്ള തെറിവിളികളും അസഭ്യ സംഭാഷണങ്ങളും എഴുതുമ്പോൾ ഇവന്റെയൊക്കെ വീട്ടിലെ സ്ത്രീകളെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. അവരെങ്ങാനും ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഈ ഇടതുപക്ഷത്തിനെ ഒന്ന് അനുകൂലിക്കുകയാണെങ്കിൽ, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒന്ന് വിമർശിക്കുകയാണെങ്കിൽ അവരെയും ഇവന്മാർ ഇതേ രീതിയിലായിരിക്കില്ലേ തെറി വിളിക്കുന്നത്? 9.5 വർഷമായിട്ട് പ്രതിപക്ഷത്തിരുന്ന് ന്യായീകരിച്ച് മാനസിക നില തെറ്റി മാനസിക രോഗികളായവരാണോ, അതോ വയനാട് ദുരന്തത്തിലെ പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കാനെന്നും പറഞ്ഞ് പിരിച്ച കോടികളിൽ നിന്നും കാശ് കൈപ്പറ്റി PR വർക്ക് എടുക്കുന്ന PR വർക്കർമാരാണോ ഇവന്മാരെന്ന് നമുക്കറിയത്തില്ല. എന്തായാലും ഒന്നുറപ്പാണ്, ചില മഹിളാ കോൺഗ്രസിലെ അല്ലെങ്കിൽ KPCC ഓഫീസിലെ നിത്യ സന്ദർശകരായിട്ടുള്ള ചില മഹിളാ കോൺഗ്രസുകാരുടെ പോസ്റ്റുകൾ കാണുമ്പോഴും ചില ആൺവർഗത്തിന്റെ പോസ്റ്റുകൾ കാണുമ്പോഴും തോന്നിപ്പോകുന്നത് എത്രത്തോളം പീഡനം ഇവർ കൂടുതൽ നടത്തുന്നു. അങ്ങനെയുള്ള നേതാക്കന്മാർക്ക് സ്വീകാര്യതയുള്ള പാർട്ടിയാണ് യൂത്ത് കോൺഗ്രസും ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടി എന്നൊക്കെ തോന്നിപ്പോകുന്നു. അതായത് പെണ്ണുപിടിയന്മാരുടെ റീൽസ് ചെയ്ത് ഒരു പെർവട്ടർമാരുടെ കൈകളിലേക്ക് കോൺഗ്രസിനെ കൊണ്ടെത്തിച്ചു.
സാധാരണ എപ്പോഴും ചില പോസ്റ്റുകളും ചില ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് പിന്നെ നമ്മളൊക്കെ പറയാറുണ്ട്, നമ്മളല്ല ചില ആൾക്കാർ പറയാറുണ്ട്, മലയാളികൾക്ക് ലൈംഗിക ദാരിദ്ര്യമാണ് ലൈംഗിക ദാരിദ്ര്യം. സത്യത്തിൽ മലയാളികൾക്കല്ല ലൈംഗിക ദാരിദ്ര്യമുള്ളത്. കേരളത്തിലെ ചില, എല്ലാവരെയും പറയുന്നില്ല, ചില യൂത്ത് കോൺഗ്രസ്സുകാർക്കും യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർക്കും ചില കോൺഗ്രസ്സുകാർക്കും ചില കോൺഗ്രസ് നേതാക്കന്മാർക്കും പിന്നെ KPCC ഓഫീസിലെ നിത്യ സന്ദർശകരായിട്ടുള്ള ചില മഹിളാ രത്നങ്ങൾക്കുമാണ് ലൈംഗിക ദാരിദ്ര്യമുള്ളതെന്ന് അവരുടെ പോസ്റ്റുകളും അവരുടെ കമന്റുകളും കാണുമ്പോൾ മനസ്സിലാക്കി പോകുന്നു. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, പരസ്പരം പാരവപ്പും കുതികാൽ വെട്ടും കസേരക്കളിയും കസേര വടംവലിയും ഒക്കെ ഇവരുടെ പാർട്ടിയിലെ കലാപരിപാടികളാണ്. ഞാനൊരു വീഡിയോയും കൂടി ഇതിന്റെ കൂടെ അവസാനം പോസ്റ്റ് ചെയ്യുന്നുണ്ട്. മറ്റൊന്നുമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പെണ്ണുപിടിയനെതിരെ പഴയ ഒരു പെണ്ണുപിടിയനായ KC വേണുഗോപാൽ പറയുന്ന ഒരു പ്രസ്താവനയും അതിനെതിരെ രാഹുൽ മാങ്കൂട്ടം പറയുന്ന ഒരു പ്രസ്താവനയും കൂടെ ഉണ്ട്. ആ വീഡിയോയും കൂടെ ഞാൻ ആഡ് ചെയ്യാം. അത് കഴിഞ്ഞ് ഒരു 30 സെക്കൻഡിനുള്ളിൽ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാം. പുറത്താക്കിയ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തെ കുറിച്ച്. അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ഇവര് പ്രതികരിക്കേണ്ട കാര്യം അത് അവിടുത്തെ നേതാക്കന്മാർ, പ്രാദേശിക നേതാക്കന്മാരാണ് നോക്കേണ്ടത്. അങ്ങനെ പാർട്ടിയിൽ അദ്ദേഹത്തിന് ഇപ്പൊ സ്ഥാനമില്ല, പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ആ നേതാക്കന്മാരിൽ ഒരു നേതാവിനോട് എനിക്ക് ചോദിക്കാനായിട്ടുള്ളത്, ആ നേതാവിന് ഇത്തരം വിഷയത്തെപ്പറ്റി സംസാരിക്കാനുള്ള ധാർമ്മികതയെങ്കിലും ഉണ്ടോ? ഉണ്ടെന്ന് ആ നേതാവ് ആർജവത്തോടു കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ പിന്നീട് ഞാൻ പറയാം. ഞാൻ പറഞ്ഞു പൂർത്തീകരിക്കട്ടെ. ആ നേതാവ് വല്ലാതെ ആർജവമുണ്ടെന്ന് പറഞ്ഞാൽ ആ നേതാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറയാം. ഇതുവരെ പൊതുസമൂഹത്തിലേക്ക് വന്നിട്ടില്ലാത്ത കാര്യങ്ങൾ ഞാൻ പറയാം. അത് ഭീഷണിയല്ല, അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ ഇനി ക്യാപ്ഷൻ കൊടുക്കാൻ പോകുന്ന എങ്ങനെ അറിയാം. പക്ഷേ ഒരാളൊരു കാര്യം പറയുമ്പോൾ അയാൾക്കത് പറയാനുള്ള അവകാശമുണ്ടോ എന്നുള്ളതൊരു പ്രധാനപ്പെട്ട പ്രശ്നമല്ലേ? അല്ലേ? ബണ്ടി ചോർ മോഷണത്തിനെതിരായിട്ട് പറയാൻ പാടുണ്ടോ? കേട്ടല്ലോ, KC വേണുഗോപാൽ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിയുടെ ഔദ്യോഗിക പരിപാടിയിലൊന്നും പങ്കെടുക്കാനുള്ള സ്വാതന്ത്ര്യമില്ല, പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. അതിന് പകരം രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് അത് പറയാൻ അദ്ദേഹത്തിന് യോഗ്യതയുണ്ടോ എന്ന്. അതായത് ബണ്ടിച്ചോർ മോഷണത്തെക്കുറിച്ച് പറയാൻ പാടുണ്ടോ എന്നാണ്. അതായത് KC വേണുഗോപാൽ പെണ്ണുപിടുത്തത്തെക്കുറിച്ചും പീഡനത്തെക്കുറിച്ചും പറയാൻ പാടുണ്ടോ എന്നാണ് ആ ചോദ്യത്തിന്റെ അർത്ഥം. അതായത് ഞാൻ മാത്രമല്ല, എന്റെ മുൻകാല നേതാക്കന്മാരെല്ലാം നല്ല ഒന്നാം തരം പെണ്ണുപിടിയന്മാരും പീഡകന്മാരും ആണെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. എന്തായാലും കേരളത്തിലെ പ്രബുദ്ധരായ ചിന്താശേഷിയുള്ള എന്റെ പ്രബുദ്ധ മലയാളി സഹോദരങ്ങളെ, ഇതെല്ലാം നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടെന്നാണ് എന്റെ വിശ്വാസം. ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് വിശ്വാസം. എന്തായാലും എല്ലാവർക്കും നന്മകൾ നേരുന്നു. നല്ലൊരു ശുഭ സായാഹ്നം.